നിപ സ്ഥിരീകരിച്ചതോടെ കടുത്ത ആശങ്കയിലാണ് പാണ്ടിക്കാട് പഞ്ചായത്ത്. 1000-ലധികം കുടുംബങ്ങളാണ് പാണ്ടിക്കാട്, ആനക്കയം പഞ്ചായത്തുകളിലായി കഴിയുന്നത്. കടുത്ത നിയന്ത്രണം പഞ്ചായത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് പാണ്ടിക്കാട് പഞ്ചായത്ത് തുടങ്ങുകയാണ്. ഇവിടെയൊക്കെ ആളുകൾക്ക് വലിയ ഭീതിയിലാണ്. കാരണം നിപ്പ വൈറസ് ഇവിടെ സ്ഥിരീകരിച്ചതുകൊണ്ടും അത് വെച്ച് ഒരു ചെറിയ കുട്ടി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായ ഇതിലൊക്കെ ആളുകൾ വളരെ ഭീതിയിലാണ്. മാസ്ക് ഇട്ടാണ് കൂടുതൽ പേരും പുറത്തിറങ്ങുന്നത്. ഈ പാണ്ടിക്കാട് പഞ്ചായത്ത്, ആനക്കയം പഞ്ചായത്ത്, ഇതിൽ ഓരോ പഞ്ചായത്തുകളിലും ഏകദേശം 1000-ലധികം ആളുകൾ, കുടുംബങ്ങളൊക്കെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അത്രയധികം ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ആളുകളുടെ സംബന്ധിച്ചിടത്തോളം ഭയം, ഇത് എങ്ങനെ എവിടെയൊക്കെ വ്യാപിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിലൊക്കെ വലിയ ഭയമുണ്ട്. പക്ഷേ ഇവിടെ 63 പേർ ഹൈറിസ്കിൽ നിരീക്ഷണത്തിലാണ്. 246 പേരാണ് ആകെ ഈ പാണ്ടിക്കാട് പഞ്ചായത്തിൽ നിരീക്ഷണത്തിലുള്ളത്. വേദനല്ലേ ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ ആയി വരുന്നില്ല, ബേജാറുണ്ട്. ആളുകൾ പുറത്തിറങ്ങണത് പറഞ്ഞിട്ടുണ്ടോ? ഞായറാഴ്ച ആയതുകൊണ്ടെന്ന് അറിയില്ല, പൊതുവെ കമ്മിയാണ്. അനാവശ്യമായി പാണ്ടിക്കാട്ടേക്കുള്ള യാത്രകൾ ഒഴിവാക്കണം. ആളുകൾ കൂട്ടം കൂടുന്ന സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടാകരുത്. മാത്രമല്ല വിവാഹത്തിലൊക്കെ 50 പേരിലധികം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ കോവിഡ് കാലത്തൊക്കെ കണ്ട പ്രോട്ടോകോളുകൾ ഉണ്ടല്ലോ, അതിന് സമാനമായി തന്നെ 50 പേരൊന്നും അതിലധികം ഉണ്ടാകാൻ പാടില്ല. അനാവശ്യ ആശുപത്രി സന്ദർശനങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണം. കാരണം ഈ ഒരു സാഹചര്യം നമ്മൾ ഇതിനു മുൻപ് അതിജീവിച്ചതാണ്. അതിന് സമാനമായി തന്നെ ഇത്തവണയും നമ്മൾ അതിജീവിക്കും. ആത്മവിശ്വാസം നമുക്കുണ്ട്. അതിനുവേണ്ടിയുള്ള നിയന്ത്രണങ്ങൾ സ്വയം നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ അങ്ങോട്ട് 10 മണിക്കാണ് ഞങ്ങളുടെ പിന്നെ വീട് തുറക്കാൻ പോകുന്നത്. അതിൻ്റെ മുന്നേ അവിടെ ആളില്ല. അപ്പോൾ അത് ഒരു ഭയം തന്നെയാണ് എല്ലാവർക്കും. അതുകൊണ്ടാണ് കടയൊക്കെ എത്ര മണി വരെ തുറക്കാൻ അനുവാദമുള്ളത്? ഇപ്പോൾ അവരിപ്പോൾ പറയണത് 5 മണി വരെയാണ് പറഞ്ഞത്. രാവിലെ 8 മണി 10 മണി മുതൽ 5 മണി വരെ പറഞ്ഞത്. ഞങ്ങൾക്ക് കടക്കുകയും ചെയ്യും. കാരണം നമുക്കൊക്കെ ചെറിയ കുട്ടികളൊക്കെ അല്ല, അപ്പോൾ പിന്നെ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇവിടുത്തെ ആളുകൾ അത് പൂർണ്ണമായും തന്നെ പാലിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ മനസ്സിലാവുന്നത്. കാരണം ഇതിനപ്പുറമാണ് പാണ്ടിക്കാട് പഞ്ചായത്ത് വരുന്നത്. എങ്കിൽ കൂടി അതിനടുത്തുള്ളവർ കൂടി ഈ കാര്യങ്ങളൊക്കെ, ഈ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ജില്ലാ ഭരണകൂടം അടക്കം നമ്മളോട് ആവശ്യപ്പെട്ടുള്ളത് ഈ സ്ഥലത്തേക്ക്, പാണ്ടിക്കാട് പഞ്ചായത്തിൽ പോയി കൂടുതൽ റിപ്പോർട്ടിങ്ങൾ നടത്തരുത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പഞ്ചായത്തിന്റെ അതിർത്തിയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ മാത്രം വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ജനങ്ങളിലേക്ക് നമുക്ക് അവിടെ സ്പോട്ടിൽ ചെന്ന് പങ്കുവയ്ക്കാൻ കഴിയാത്തതിൻ്റെ ഒരു പ്രധാന കാരണം ഈ നിർദ്ദേശങ്ങൾ നമ്മളും പാലിക്കുന്നുണ്ട്.